ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അറ്റോപ്സി എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് ഒരുപാട് പേർക്ക് ഒരു അപകടം സംഭവിക്കുന്നു. അങ്ങനെ അവരുടെ ശരീരമെല്ലാം എടുത്ത് ഒരു ഡോക്ടർ അറ്റോപ്സി നടത്തുമ്പോഴത്തേക്കാണ് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ചില കാര്യങ്ങളാണ് അയാൾ കണ്ടുപിടിക്കുന്നത്. അതെന്താണെന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ വൺ ലൈൻ. അതുമല്ലാതെ ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മൂവി കാണാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തുരങ്കത്തിനടിയിൽ എന്തോ ഒരു ജോലി നടക്കുകയാണ്. അതുമല്ലാതെ ഈ ഒരു തുരങ്കത്തിലെ ഓരോ ഭാഗങ്ങളുടെയും ജോലി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ലിഫ്റ്റ് വഴി താഴേക്ക് പോകണം. അങ്ങനെ ഇവിടെയുള്ള ജോലിക്കാരായാലും ലിഫ്റ്റ് വഴി നേരെ താഴേക്ക് പോകുന്നതും പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റിന് മുകളിലേക്ക് ഒരുത്തിനടുത്ത് ഇങ്ങനെ ചാടുകയാണ്. അതുപോലെ അവൻ്റെ കയ്യിലാണെങ്കിൽ ബോൾ പോലെ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ജോലിക്കാർക്കെല്ലാം നല്ല ദേഷ്യമായിട്ട് നീ താഴെ വന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ലതുപോലെ അടി കിട്ടുമെന്നെല്ലാം പറഞ്ഞ് ഈ ലിഫ്റ്റ് താഴെ വരുന്നതും ഇവൻ അവിടെ നിന്ന് നേരെ താഴേക്ക് ചാടിയിട്ട് അവൻ ഇവിടുത്തെ ജോലിക്കാരനാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബോൾ ഉണ്ടല്ലോ അതെടുത്ത് ദൂരേക്ക് ഇങ്ങനെ വലിച്ചെറിയുമ്പോഴത്തേക്കും അത് കുറച്ച് ദൂരേക്ക് വന്ന് വീണ് അതിനകത്താണെങ്കിൽ ലൈറ്റുകളെല്ലാം ഇങ്ങനെ കത്തുന്നു. അതുമല്ലാതെ അതിനകത്ത് നിന്ന് കല്ലുകൾ പോലെ എന്തൊക്കെയോ മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നതും ഇത് കണ്ടിട്ട് അവിടെയുള്ള ആർക്കും എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും ആ ബോൾ എറിഞ്ഞവനുൾപ്പെടെ കുറെ പേര് അതിനകത്ത് വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വെളിയിൽ കാണിക്കുമ്പോൾ ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മെമ്മോറിയൽസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ നാട്ടിലെ പല പോസ്റ്റുകളിലും മിസ്സിംഗ് കേസുകൾ ഒരുപാട് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒരു നാട്ടിലെ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു നാട്ടിലേക്ക് ഒരു ഡോക്ടർ വന്നിറങ്ങാണ്. അങ്ങനെ ബസ്സിൽ നിന്നിറങ്ങി കുറച്ച് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോക്ടറിന് വയറുവേദന എടുക്കുന്നു. കുറെ നേരം വയറിൽ പിടിച്ചങ്ങനെ നിന്നിട്ട് അതൊന്നും വലിയ കാര്യമാക്കാതെ അവിടെ നിന്നും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ ഒരു ഷെരീഫ് നമ്മുടെ ഡോക്ടറിന്റെ സുഹൃത്താണ്. അപ്പോൾ ഡോക്ടർ അകത്തേക്ക് വന്നിട്ട്, അല്ല, നിങ്ങളുടെ നാട്ടിൽ ഒരു അപകടം സംഭവിച്ചു, കുറച്ച് പേര് മരിച്ചുപോയി, അതിനെ ഓട്ടോപ്സി എല്ലാം ചെയ്യാനായിട്ട് ഞാൻ നാളെ വന്നാൽ പോരെ, ഈ രാത്രി തന്നെ എന്നെ വിളിച്ചു വരുത്തി എന്തിനാ ചോദിക്കുമ്പോൾ പ്രശ്നം കുറച്ച് ഗുരുതരമാണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇതേപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്പനി മരിച്ചവരുടെ കുടുംബത്തിന് പണം കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കമ്പനി ഒരിക്കലും മരിച്ചവരുടെ കുടുംബത്തിന് പണം കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും, അവർ ചെയ്തത് ശരിയല്ലേ, ജോലി സമയത്ത് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിനെന്തായാലും കമ്പനി ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. പക്ഷെ ആരോ ഒരുത്തൻ ബോംബ് കൊണ്ടിട്ടെന്നും പറഞ്ഞിട്ട് അതെന്തിനാ കമ്പനി ഏറ്റെടുക്കുന്നേ എന്ന് പറയുന്നത്, നീ പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നതായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയും, ഹേയ്, നീ എന്താ പറയുന്നേ, ബോംബ് പൊട്ടിത്തെറിച്ചതിന്റെ ഒരു തെളിവുമില്ല, പക്ഷെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർ ഷെരീഫ് പറയും, അത് തന്നെയാണ് പ്രശ്നം, എന്തായാലും നീ മരിച്ചവരുടെ ശരീരം ഓട്ടോപ്സി ചെയ്തിട്ട് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയതുകൊണ്ടാണോ അവരെല്ലാവരും മരിച്ചത്, അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് പരിശോധിച്ചൊന്ന് പറയണം എന്നിങ്ങനെ പറയുന്നത്. ഓ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ രാത്രി തന്നെ വിളിച്ചു വരുത്തിയത്. ശരി, അതെല്ലാം നമുക്ക് റെഡിയാക്കാം. അല്ല, ഈ ഒരു നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഷെരീഫ് ഒരു കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു നാട്ടിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നത്. കുറെ നാളുകൾക്ക് മുന്നേ ഈ നാട്ടിലെ ഒരുത്തനെ കാണാതായി. അത് സാധാരണ ഒരു സംഭവമാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടിയെ കാണാതായി. അതും ഒരു സാധാരണ സംഭവമായിട്ട് നമ്മൾ വിട്ടതിന് ശേഷം അത് കഴിഞ്ഞുള്ള ഒരു മാസത്തിനകത്ത് 6 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഞങ്ങളാണെങ്കിലും ഒരുപാട് അന്വേഷിച്ച് നോക്കി, പക്ഷെ എവിടെയും കാണാതായവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇതിനൊരു അവസാനം കണ്ടുപിടിച്ചേ പറ്റൂ എന്നുറപ്പിച്ച് കാണാതായവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളും ഞങ്ങൾ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് അടുത്തുള്ള ആ ഒരു വലിയ കാടിനകത്ത് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു കാടിനകത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിലൊരു പയ്യൻ പെട്ടെന്ന് ഈ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്നിട്ട്, സാർ, അവിടെ മരത്തിന് മുകളിൽ ഒരു ബാഗ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും എല്ലാവരും നേരെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു പോലീസുകാർ ബാഗ് താഴേക്ക് ഇറക്കി വെച്ച് എല്ലാവരും അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ ആ ഒരു പോലീസുകാർ എന്ന് മരത്തിൽ നിന്ന് ആ ഒരു ബാഗ് താഴേക്ക് ഇറക്കി അത് കെട്ടഴിച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് മരിച്ച ഒരാളുടെ ശരീരമാണ്. പക്ഷെ അത് ആരുടേതാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പകരം അവർ ഫോട്ടോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഷെരീഫ് ഡോക്ടറിനോട് പറയുന്നത്, ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, അതൊരു കൊലപാതകമാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അറ്റാക്ക് ചെയ്തതാണെങ്കിൽ ആ ഒരു ശരീരത്തിൽ ഒരു മുറിവ് പാടെന്തെങ്കിലും കാണും. പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു ശരീരത്തിനുള്ളിൽ ഒരു മുറിവ് പോലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരാളെ കൊന്ന ആള് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഷെരീഫ് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്, ആ ഒരു ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഓട്ടോപ്സി ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് വേണ്ടാന്ന് വെക്കുമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കില്ലറിന് എന്തായാലും അത് അറിയാൻ കഴിയും. ഇനിയുള്ള കാര്യങ്ങളിൽ അവൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി, ആ ഒരു കില്ലർ ഈ ഒരു കാര്യം അറിയാതിരിക്കാൻ വേണ്ടി
ആ ഒരു ശരീരം വീണ്ടും ആ ഒരു മരത്തിന് മുകളിൽ തന്നെ വെക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ആ ഒരു നാട്ടിലെ തന്നെ 2 ഹണ്ടർമാരെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷെരീഫ് ഇപ്പോൾ ആ ഒരു ഹണ്ടർമാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൊലയാളി ഇതേപോലെ ഒരു കാര്യം ചെയ്തിട്ട് അവൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അവൻ ഇനിയും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് ആ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും വാക്കി ടോക്കി എല്ലാം കൊടുത്ത് ബാക്കി എല്ലാവരെയും കൊണ്ട് ഈ ഒരു പോലീസും ഷെരീഫും എല്ലാവരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പോലീസുകാരി നമ്മുടെ ഷെരീഫ് വാക്കി ടോക്കി മുഖേന ആ ഒരു ഹണ്ടർമാരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ റിപ്ലൈ തരുന്നില്ല. എന്താണെന്ന് അറിയാൻ കഴിയാതെ ഇവരെല്ലാവരും വീണ്ടും കാടിനകത്തേക്ക് വന്നിട്ട് അവരുള്ള ആ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല്, ആഹാ, അവർ രണ്ടുപേരെ അവിടെ കാണാനില്ല. അതേപോലെ തന്നെ നേരത്തെ ഒരു ശരീരം എങ്ങനെയാണ് ചാക്കിൽ കെട്ടിവെച്ചത് അതേപോലെ ഇവരുടെ ശരീരവും ഒരു ചാക്കിൽ കെട്ടിവെച്ചേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൊലയാളി മറിഞ്ഞിരുന്ന ഈ ഹണ്ടർമാരെ എങ്ങനെ കണ്ടുപിടിച്ച് കൊന്നു? അങ്ങനെയാണെങ്കിൽ ആ ഒരു കൊലയാളി മറിഞ്ഞിരുന്ന ഈ ഒരു ഹണ്ടർമാരെ എങ്ങനെ കണ്ടുപിടിച്ച് കൊന്നു എന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് അവരെ കണ്ടുപിടിക്കണമെന്ന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ആദ്യം ഞങ്ങൾ ആ ഒരു ചാക്കിൽ നിന്ന് കണ്ടുപിടിച്ച ആള് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഫോട്ടോ എല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് ഏബൽ എന്ന് പറഞ്ഞ ഒരാളാണത്. അയാളാണെങ്കിൽ ആ ഒരു തുരങ്കത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അയാളെ ഇതിനു മുന്നേ കാണാതായിട്ടുള്ളതാണ്. അങ്ങനെ മരിക്കുന്നതിന് മുന്നേ അവനെ എവിടെ വെച്ചാണ് അവസാനം കണ്ടതെന്ന് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു ബാറിനകത്ത് വെച്ചാണ് അവനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഏബൽ എന്ന് പറഞ്ഞവൻ ആ ഒരു ബാറിനകത്ത് ഗെയിമെല്ലാം കളിച്ച് മദ്യമെല്ലാം കഴിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത് മറ്റൊരുത്തന്നെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ അവനെ കാണുന്നതും ഓടി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേയ് സ്കൈ, നീയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, എന്ത് സ്കൈയോ? എന്റെ പേര് സ്കൈ എന്നൊന്നല്ല, എന്റെ പേര് ആലൻ എന്നാണ്, നിങ്ങൾക്ക് മാറിപ്പോയതാണെന്ന് പറയുന്നതും ഏബൽ പറയും, സ്കൈ നീ മറന്നുപോയോ? നമ്മൾ രണ്ടുപേരും ആ ഒരു തുരങ്കത്തിലാണ് ജോലി ചെയ്തത്. അതുമല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നീ പെട്ടെന്ന് ജോലി നിർത്തി എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. അല്ല നീ എവിടെയായി പോയിരുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ സ്കൈ പറയും, സോറി നിങ്ങൾക്ക് ആള് മാറിയതാണ്, ഞാൻ ഒരുപാട് നേരമായിട്ട് പറയുന്നത് എൻ്റെ പേര് സ്കൈ എന്നല്ല ആലൻ എന്നാണെന്ന് പറയുന്നതും ഇവൻ പറയും, ഇല്ലില്ല നീ സ്കൈ തന്നെയാണെന്ന് പറയുന്നതും ആലൻ പെട്ടെന്ന് ഏബലിനെ സൂക്ഷിച്ച് നല്ല ദേഷിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ആലന്റെ കണ്ണാണെങ്കിൽ തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏബലിന്റെ കണ്ണും തിളങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാല് ആലൻ എന്ന് പറഞ്ഞവൻ ഏബലിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ അവനെ സൂക്ഷിച്ച് നോക്കി പതിയെ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് പറയുന്നത്, ഓക്കെ ഇപ്പോൾ ഞാൻ സ്കൈ ആണോ ആലൻ ആണോ എന്ന് നിനക്കറിയണമല്ലേ? അതിപ്പോൾ ഞാൻ നിന്നോട് ഒരിക്കലും പറയത്തില്ല, തനിച്ച് മാത്രമേ നിന്നോട് പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നീ ചെയ്യണം. നിന്റെ കയ്യിലുള്ള ആ ഒരു ഗ്ലാസ് അത് താഴേക്കിട്. അത് കഴിഞ്ഞ് മദ്യപിച്ച് നിന്റെ ബോധം പോയതുപോലെ നീ നടക്കണം. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയും. അപ്പോഴേക്കും നിന്റെ കാറിന്റെ കീ എനിക്ക് തരണം. ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്തു കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാവും എന്നിങ്ങനെ ആലൻ പറയുന്നതും ഇത് കേട്ട ഏബൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ബിയർ ഗ്ലാസ് താഴേക്ക് തള്ളിയിട്ട് എന്നിട്ട് കുടിച്ച് ബോധമില്ലാത്തതുപോലെ ഇങ്ങനെ അഭിനയിക്കുന്നു. അപ്പോഴേക്കും ആലൻ പെട്ടെന്ന്, ഹേയ് എന്തു പറ്റി? ഓ നിന്റെ കൺട്രോളെല്ലാം പോയല്ലോ, ശരി നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നതും അവനാണെങ്കിലും ആലൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാറിന്റെ കീ എല്ലാം എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ വിളിച്ച് നേരെ വെളിയിലേക്ക് പോകുന്നതും ആ ബാറിലുള്ള മിക്കവരും ഈ ഒരു കാര്യം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഷെരീഫിന് ഇപ്പോൾ അറിയാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏബലിനെ ഒരിക്കലും കണ്ടുകിട്ടിയിട്ടില്ല. അവസാനം അവന്റെ ശരീരം ആ ഒരു മരത്തിന് മുകളിൽ നിന്നും ഇവരെടുക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഡോക്ടറിനോട് പറഞ്ഞിട്ട് സ്കൈ എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ഫയൽ എടുത്ത് കാണിച്ചിട്ടാണ് അവന്റെ പേര് ആലൻ എന്നൊന്നല്ല, അവന്റെ പേര് സ്കൈസ് എന്നാണ്. അതുമല്ല അവനെ 9 മാസങ്ങൾക്ക് മുന്നേ തന്നെ കാണാതായിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? രാത്രി സമയത്ത് ആകാശത്ത് ഈ ഉൽക്കാള് പതിക്കുന്നത് കാണാൻ വേണ്ടി ഒരു കാടിനകത്തേക്ക് പോയതാണ്. അതിനുശേഷം ഒരിക്കലും അവനെ ആരും കണ്ടിട്ടില്ല. ആ ഒരു സമയത്ത് കാണാതായ അവനെ പിന്നെ ആലൻ എന്നുള്ളൊരു പേരില് ഈ ഒരു ബാറിനകത്ത് വെച്ച് എല്ലാവരും കണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ അവൻ വീണ്ടും ആ ഒരു തുരങ്ക ജോലിയിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയി. വീടിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ആലൻ അവിടെ ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് അവൻ ആ ഒരു തുരങ്കത്തിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും തെളിവോ മറ്റോ കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളും പരിശോധിക്കുമ്പോൾ ഏബൽ എന്ന് പറഞ്ഞ് മരിച്ചുപോയ അവന്റെ ID കാർഡ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഈ ഒരു തെളിവ് വെച്ച് അവനെ എന്തായാലും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് ആ ഒരു തുരങ്കത്തിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചു. അതിനു മുന്നേ അവന്റെ മുറിക്കകത്ത് നോക്കുമ്പോഴത്തേക്കാണ് ബോൾ പോലെ എന്തോ ഒന്ന് ആ ഒരു മുറിയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ആ ഒരു ബോളിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണതിന്. അതും എടുത്ത് കാറിലിട്ടിട്ട് ആലൻ എന്ന് പറഞ്ഞ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവർ തുരങ്കത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവൻ ഈ ഒരു കാര്യം കണ്ട് അവനെ അറസ്റ്റ് ചെയ്യാമെന്നോ എന്തായാലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവൻ ഓടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. പകരം ഓടി ഇവരുടെ ഈ ഒരു കാറിനടുത്തേക്ക് വന്ന് കാറിന്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് ആ ഒരു ബോളും എടുത്ത് ആ ഒരു തുരങ്കത്തിനകത്തേക്ക് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും ഒരു പോലീസുകാർ പുറകെ തന്നെ ഉണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ അവൻ അവിടെയുള്ള ആ ഒരു ലിഫ്റ്റിലേക്ക് ചാടിയിട്ട് താഴേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ്
അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ടത്. അത് കഴിഞ്ഞ് താഴെ ചെന്ന് അവ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതുപോലെ താഴെ ആ ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ പവർ മുകളിലുള്ള നമ്മുടെ ചീഫിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു. പക്ഷെ ഇവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ആ കാറിനകത്ത് ഈ ഒരു ബോൾ പോലെയുള്ള കാര്യം അതുണ്ടെന്ന് ഇവൻ എങ്ങനെ മനസ്സിലായി? അത് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അതുമല്ല, ആ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം താഴെ പോയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ കിട്ടുമെന്ന് ഞങ്ങൾ അന്വേഷിച്ച് നോക്കി. പക്ഷെ ഒരിക്കലും കിട്ടിയിരുന്നില്ല. അവനോടൊപ്പം 10 പേരാണ് ആ ഒരു കുഴിക്കുള്ളിൽ തന്നെ മരിച്ചുപോയത്. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും നിങ്ങൾ നല്ലതുപോലെ പരിശോധിക്കണം. പ്രധാനമായിട്ടും ആലൻ എന്ന് പറഞ്ഞ അവന്റെ ശരീരം. അതിന് കാരണം എന്താണെന്നറിയോ? അവന്റെ ശരീരത്തിനടുത്തേക്ക് ഞങ്ങളെല്ലാം ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അതുമല്ലാതെ ആരൊക്കെയോ ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ പലരും അവന്റെ ശരീരത്തിനടുത്തേക്ക് ചെല്ലാൻ തന്നെ പേടിച്ചു. അതുകൊണ്ടാണ് അവന്റെ ശരീരം ഇത്ര പ്രധാനമായിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറിനെയും കൊണ്ട് അവരുടെ ശരീരമെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഷെരീഫ് ഡോക്ടറിനെ നോക്കിയിട്ട്, ഡോക്ടർ എന്തു പറ്റി? ഒരു വല്ലാണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലില്ല, എനിക്ക് നിങ്ങളെ ഒരുപാട് നാളായിട്ട് അറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയാനായിട്ട് പറയുന്നതും? അത് വേറെ ഒന്നുമല്ലടാ, വയറിനുള്ളൊരു ക്യാൻസർ. ഇനി കുറച്ച് നാൾ മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ. ആ ഒരു ദിവസം നോക്കി ഞാൻ ഇരിക്കുകയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ ആ ഒരു ഡോക്ടർ പറയുന്നതും, ഇതെല്ലാം സാധാരണയായിട്ട് ഇങ്ങനെ പറയുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇവർ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവർ ഷെരീഫ് പറയും, ഡോക്ടർ ഇവിടെ അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും, പെട്ടെന്ന് ജനറേറ്റർ ഓൺ ആയിക്കോളും. അതുപോലെ ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇവിടെ അങ്ങനെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും പറഞ്ഞ് ഡോക്ടറിനെയും കൊണ്ട് ആ ഒരു ഫ്രീസർ റൂമിനകത്തേക്ക് ചെല്ലാണ്. ഇവിടെയാണ് ശരീരമെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ശരീരങ്ങളായിട്ട് നമ്മുടെ ഡോക്ടറിനെ തുറന്ന് കാണിച്ചിട്ട് അങ്ങനെ നടന്ന് മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ അവസാനം ആലൻ എന്ന് പറഞ്ഞ അവന്റെ അടുത്തേക്ക്, അവന്റെ ആ ഒരു ശരീരത്തിനടുത്തേക്ക് മാത്രം നമ്മുടെ ഷെരീഫിനെ കൊണ്ട് വരാൻ കഴിയുന്നില്ല. ഷെരീഫ് പറയും, സോറി, അവന്റെ അടുത്തേക്ക് എനിക്ക് വരാൻ കഴിയത്തില്ല, അവൻ മരിച്ചെങ്കിലും എന്തോ ഒരു പേടിയുണ്ട് എന്നിങ്ങനെ പറയുന്നത് ഡോക്ടർ പറയും, അതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, നിനക്ക് നല്ല റെസ്റ്റിന്റെ ആവശ്യമുണ്ട്, പോയി റെസ്റ്റ് എടുത്ത് ഉറങ്ങിക്കോ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ വന്ന് വിളിക്കാന്ന് പറയുന്നതും ഷെരീഫിന് ഡോക്ടറെ ഒറ്റയ്ക്ക് വിടാനായിട്ട് താല്പര്യമില്ല. എന്നിരുന്നാലും ഡോക്ടർ പറയുന്നത് കൊണ്ട് ഷെരീഫ് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടർമാർക്ക് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുന്നത് അത്ര പേടിയുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഡോക്ടറും ആ ഒരു 10 ശവശരീരങ്ങളും അങ്ങനെ ഡോക്ടറായാലും ഓട്ടോപ്സി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ടൂൾസ് എല്ലാം എടുത്തു വെക്കുന്നു. അതേപോലെ തന്നെ ഒരു റെക്കോർഡറും ഓൺ ആക്കി വെക്കുകയാണ്. അതുപോലെ അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഉള്ളത് കാലിനടുത്താണ്. അതിൽ പിടിച്ച് ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും ഓൺ ആവും, കാലെടുക്കുമ്പോഴത്തേക്കും അത് ഓഫ് ആവും. അങ്ങനെ ആ ഒരു റെക്കോർഡർ ഓൺ ചെയ്തിട്ട് ഡോക്ടർ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ ഡേറ്റ് 11/5/2025. ഒരു ബോംബ് സ്ഫോടനം മൂലം തുരങ്കത്തിലുള്ള കുറച്ച് പേര് മരിച്ചു. അവരുടെ ശരീരമാണ് ഞാനിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ അതിൻ്റെ എന്തെങ്കിലും പാടുകളുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് സബ്ജക്റ്റ് 1 എന്നും പറഞ്ഞ് ആദ്യത്തെ ഒരാളുടെ ശരീരം എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ആ ഒരു ശരീരം അവിടേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഡ്രസ്സെല്ലാം, ആ ഒരു ശരീരത്തിലെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ തലമുടി കഴുകി ആ ഒരു വെള്ളം ഒരു ട്യൂബിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് കൈയിൻ്റെയും കാലിൻ്റെയും പല ഭാഗങ്ങളിലും ഈ ബോംബ് ബ്ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ തരികളൊക്കെ വന്നിരിക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശരീരം ഇപ്പോൾ കീറി മുറിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ശരീരം കീറി മുറിച്ച് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഒരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് ആ ഒരു ശരീരം ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ശരീരത്തിലുള്ളത്. അങ്ങനെ അതും ആ ഒരു റെക്കോർഡറിൽ പറഞ്ഞിട്ട് ആ ഒരു ശരീരം അവിടെ നിന്ന് കൊണ്ടുപോയി മാറ്റി വെക്കാനായിട്ട് വരുന്നതും നമ്മുടെ ഡോക്ടർ പെട്ടെന്ന് അനങ്ങാതെ ഇങ്ങനെ നിൽക്കാണ്. പെട്ടെന്ന് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിന്റെ കഴുത്ത് ഭാഗത്ത് എന്തോ ഈ രോമാഞ്ചം വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഒരു വല്ലാത്ത അവസ്ഥയിലാവുമല്ലോ, അതുപോലെ ആയിട്ട് ഡോക്ടറിന്റെ പുറകിൽ ആരോ വന്ന് ചെവിയിൽ ഇങ്ങനെ പറയുന്നു, ഇവിടെ നിൽക്കരുത്, രക്ഷപ്പെട്ടോ എന്നിങ്ങനെ പറയുന്നതും ഡോക്ടറിനൊന്നും മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ ആരാണ്, എന്താണ്, എന്താ ഇവിടെ സംഭവിച്ചിരുന്നതും. പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കാതെ ആ ഒരു ശരീരം കൊണ്ട് മാറ്റിവെച്ച് അടുത്ത ശരീരമായിട്ട് അകത്തേക്ക് കയറാണ്. അങ്ങനെ ആ ഒരു ശരീരം അകത്തേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഡ്രസ്സെല്ലാം കീറി മുറിച്ച് ആ ഒരു ശരീരം കീറി മുറിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഡോക്ടർ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, സത്യത്തിൽ ഹാലൻ എന്ന് പറഞ്ഞവൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ആ ഒരു ബോൾ പോലെയുള്ള കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബോംബ് അതുമായിട്ട് താഴേക്ക് വന്ന് ഈ ഒരു കാര്യം സംഭവിച്ചത്. പക്ഷേ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ബോംബ് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ട് അവനത് പൊട്ടിക്കാമായിരുന്നു. പക്ഷെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവനും മരിക്കുമെന്ന് അവന് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവൻ ആ ഒരു കാര്യം എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ആലൻ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം ചെയ്തത്. ആ ഒരു ബോംബ് നശിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അത് പൊട്ടിച്ചത്. അങ്ങനെ ഡോക്ടർ മനസ്സിലാക്കി ഈ ഒരു കാര്യം റെക്കോർഡ് ചെയ്തിട്ട് അടുത്തൊരു ശരീരം കൊണ്ടുവന്ന് അത് പരിശോധിക്കുമ്പോൾ അതിന്റെ നെഞ്ചിൽ എന്തോ ഒരു ഹോള് കാണുന്നുണ്ട്. അങ്ങനെ അത് നല്ലതുപോലെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ശരീരത്തിനകത്ത് ഒരു തുള്ളി രക്തം പോലും കാണാനില്ല.
അപ്പൊ ഇയാൾ മരിച്ചിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ശരീരത്തിൽ എന്തായാലും രക്തം കാണണം. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. അയാളുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല. അങ്ങനെ ഡോക്ടറിന് സംശയമായിട്ട് അടുത്തൊരു ശരീരം കൊണ്ടുവന്ന് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ നെഞ്ചിലൊരു ഹോളുണ്ട്. അതുമല്ലാതെ ആ ഒരു ശരീരത്തിലും ഒരു തുള്ളി രക്തം പോലും ഇല്ല. അപ്പൊ ആദ്യം കൊണ്ടുവന്ന ആളുടെ ശരീരത്തിൽ എന്തായാലും രക്തം ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് കൊണ്ടുവന്ന ഈ രണ്ടുപേരുടെ ശരീരത്തിൽ രക്തമില്ല. അതുപോലെ അവരുടെ ശരീരം കിടന്നത് ഒരേ സ്ഥലത്താണ്. അവരോടൊപ്പം അടുത്ത് കിടന്നത് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും അലൻ എന്ന് പറഞ്ഞ അവന്റെ ശരീരം. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് റൂമിലെ കറണ്ട് പോയിട്ട് ആ ഒരു ജനറേറ്റർ ഓൺ ആയിട്ട് വീണ്ടും കറണ്ട് വരികയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ടുപേരും മരിച്ചു കിടന്ന സ്ഥലത്ത് അവരുടെ അടുത്തായിട്ട് കിടന്നിരുന്നത് ഹെലനാണ്. അതുപോലെ അവരുടെ ശരീരം പരിശോധിക്കുമ്പോൾ അവരുടെ ശരീരത്തിനുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഹോളുകൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഒരു തുള്ളി രക്തം പോലും രണ്ടുപേരുടെ ശരീരത്തും ഇല്ലായിരുന്നു. ഇനി എന്തായാലും ഹാലന്റെ ശരീരത്ത് രക്തം ഉണ്ടോ ഇല്ലയെന്ന് അറിയണം. അതുകൊണ്ട് അവന്റെ ശരീരം ഞാൻ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഒരു റെക്കോർഡർ ഓഫ് ചെയ്തിട്ട് നേരെ ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നതും നടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു മുറിക്കകത്ത് വേറെ ആരോ ഉള്ളതുപോലെ. ഇതിനകത്ത് ഞാനും ഷെരീഫും മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എവിടുന്ന ഈ ഒരു ശബ്ദം? കൂടാതെ ഇവിടെ കിടക്കുന്നതെല്ലാം ശവശരീരങ്ങളാണ്. അതൊരിക്കലും ശബ്ദം വെക്കാനായിട്ട് ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ മുന്നിലേക്ക് നടന്നു പോകുന്നതും കാണിക്കുമ്പോ ആഹാ, അലൻ എന്ന് പറഞ്ഞ അവന്റെ ശരീരം ഉണ്ടല്ലോ അതിപ്പോ പതിയെ അനങ്ങാൻ തുടങ്ങുന്നു. അതുമല്ല, പെട്ടെന്ന് അവന്റെ ശരീരം താഴേക്ക് വീണിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് മുട്ടിലിഴഞ്ഞ് അങ്ങനെ വരികയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഡോക്ടറിന് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സത്യം പറയാലോ, ഈ ഒരു സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വീണാനെ. അങ്ങനെ ഡോക്ടറായാലും നിൽക്കുമ്പോഴത്തേക്കും അലന്റെ ശരീരം പതിയെ പതിയെ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ആണെങ്കിലും പേടിച്ച് പുറകിലേക്ക് നടന്ന് ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവിടേക്ക് വന്ന് നിൽക്കുന്നതും അവന്റെ ശരീരം പതിയെ എഴുന്നേറ്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ടാണ് പറയുന്നത്, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ്, ഞാൻ ഈ ഒരു ശരീരത്തിനുള്ളിൽ പെട്ടുപോയി എന്ന് പറയുന്നത്. ഡോക്ടർ പറയും, എന്ത് രക്ഷിക്കാനോ? ഏയ്, അപ്പൊ നീ മരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലൻ സത്യത്തിൽ മരിച്ചു, അവന്റെ ശരീരത്തിനുള്ളിലുള്ള ഞാനാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡോക്ടർ പറയും, നിന്റെ ഉള്ളിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, അതെ, ഞാനൊരു ട്രാവലറാണ്, ഈ ലോകം മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിക്കും. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നത്. ഇവരുടെ ശരീരത്തിനുള്ളിൽ പെട്ടുപോയി. ഇവരുടെ ശരീരത്തിനുള്ളിൽ ഞാൻ കയറുമ്പോൾ ചെറുതായിരുന്നു, പക്ഷേ പതിയെ പതിയെ ഇവരുടെ ശരീരത്തിനുള്ളിൽ ഞാൻ കൂടുതലായിട്ടും വ്യാപിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, എനിക്ക് രക്തം വേണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, ഇവന്റെ ശരീരത്തിനുള്ളിലുള്ളത് അപ്പോൾ നീ ഒരു പാരസൈറ്റ് ആണ്. എന്തിനാ അലന്റെ ശരീരത്തിലേക്ക് നീ കയറിയത്? അതുമല്ല, ഒരു ബോള് അതുരുട്ടി വിട്ട് നീ ഒരുപാട് പേരെ കൊന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആലന്റെ ശരീരത്തിലുള്ള ആ ഒരു പാരസൈറ്റ് പറയും, അതെന്റെ സ്പേസ് ഷിപ്പാണ്, അതാണ് അങ്ങനെ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, അല്ല, നിന്റെ സ്പേസ് ഷിപ്പ് നീ എന്തിനാ തകർക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പറയും, ആ ഒരു സ്പേസ് ഷിപ്പിന്റെ ടെക്നോളജി നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാലേ അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി അത് ഞാൻ തകർത്തത്. എന്നിട്ടത് ചോദിക്കും, അല്ല, നീ എന്തിനിങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചോണ്ടിരിക്കുന്നേ? എനിക്കിപ്പോ നിന്നിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ ഉള്ളിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുമല്ല, നിന്റെ വയറിനുള്ളിലെ ആ ഒരു ക്യാൻസർ അത് കഴിക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എന്നെല്ലാം പറഞ്ഞ് അവനിങ്ങനെ വാ തുറക്കുന്നതും അവന്റെ വായിനുള്ളിൽ നിന്ന് ഒരുപാട് കൈകൾ വെളിയിലേക്ക് വന്ന് ആ ഒരു ഡോക്ടറെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറിന് ബോധം വരുന്നതും ഇപ്പോ ഡോക്ടറിനെയാണ് ആ ഒരു ടേബിളിൽ കിടത്തിയിട്ടുള്ളത്. എന്താണ് സംഭവിക്കുന്ന അറിയാതെ ഡോക്ടർ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പാരസൈറ്റ് അങ്ങനെ നടന്നു വന്നിട്ട് പറയുന്നത്, ഇവന്റെ ശരീരത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് വെളിയിൽ ചുറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ശരീരത്തിനുള്ളിൽ നിന്നും നിന്റെ ശരീരത്തിലേക്ക് ഞാൻ കയറാൻ പോവാണ്. അത് കഴിഞ്ഞ് നിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഞാൻ ജീവിക്കും. ആ ഡോക്ടർ പറയും, അത് നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, കാരണം എന്റെ വയറിനുള്ളിൽ ക്യാൻസർ ഉണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മരിച്ചു പോകും എന്ന് പറയുമ്പോൾ, ഹേയ്, അതൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ഞാൻ മരിച്ചവന്റെ ഉള്ളിലാണ് കഴിയുന്നത്, അതുകൊണ്ട് നീ മരിച്ചാലും എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അതുമല്ല, നിന്റെ ശരീരത്തിനുള്ളിൽ കയറാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? നീയാണ് ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അങ്ങനെ നിന്റെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാല് നീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എല്ലാവരുടെയും ശരീരത്തിലുള്ള രക്തം അതെനിക്ക് കുടിക്കാൻ കഴിയും. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഡ്രസ്സെല്ലാം കീറി അവന്റെ ശരീരത്തിൽ തന്നെ ഒരു മുറിവുണ്ടാക്കി അതുവഴി ഈ ഒരു പാരസൈറ്റിന് വെളിയിലേക്ക് വന്ന് ഡോക്ടറിന്റെ ശരീരത്തിലേക്ക് കയറണം. അതിനുവേണ്ടി ഡ്രസ്സെല്ലാം ഊരി മാറ്റിയിട്ട് ഈ ഡോക്ടറിന്റെ അടുത്തായിട്ടുള്ള ആ ഒരു ടേബിളിൽ തന്നെ വന്ന് കിടക്കാണ്. അതുമല്ല, ഈ ഒരു പാരസൈറ്റ് ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഡോക്ടറിനോട് ഇപ്പോൾ പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ ഒരു ഉൽക്കയോടൊപ്പമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ ഒരു സമയത്ത് ഈ ഉൽക്കയെല്ലാം കാണാനായിട്ട് വന്ന ഒരുത്തൻ, അവനാണെങ്കിൽ എന്റെ ഈ ഒരു സ്പേസ് ഷിപ്പ് ഒരു ഉൽക്കയാണെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അത് എടുത്തിട്ട് അവൻ പോവായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പതിയെ ഞാൻ അവന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കുട്ടിയായിരുന്നു. അവന്റെ ശരീരത്തിനകത്ത് കയറിയതിന്റെ ശേഷമാണ് ഞാൻ ഇത്രയും വളർന്നത്. അത് കഴിഞ്ഞ് അവനെ വെച്ച് തന്നെ ഞാൻ ഓരോരുത്തരെയായിട്ട് പിടിച്ച് എല്ലാവരുടെ ശരീരത്തിനുള്ളിലെ രക്തം ഞാൻ കുടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു നാട്ടിൽ ഒരുപാട് മിസ്സിംഗ് കേസുകൾ വന്നിട്ടുള്ളത്. അതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കും,
നീ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറി മറ്റുള്ളവരെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു പാരസൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് കാണാനോ കേൾക്കാനോ എന്തെങ്കിലും ഒന്ന് അനുഭവിക്കാനോ കഴിയത്തില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനും സ്മെല്ല് ചെയ്യാനും കേൾക്കാനും കാണാനും എല്ലാം കഴിയും. അതുകൊണ്ടാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവന്റെ ശരീരത്തിൽ നിന്നും ഞാനിപ്പോ നിന്റെ ശരീരത്തിലേക്ക് കയറാൻ പോവാണ്. അത് കഴിഞ്ഞ് നിന്നെ അന്വേഷിച്ച ആ ഒരു ഷെരീഫ് ഇതിനകത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. അയാളുടെ രക്തം എനിക്ക് കുടിക്കണം. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എന്തായാലും അവനെ കിട്ടി. കാരണം എനിക്ക് അത്രയും വിശപ്പുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം എന്റെ അടുത്ത് കിടന്നിരുന്ന രണ്ടുപേരുടെ ശരീരത്തിനുള്ളിൽ നിന്നാണ് ഞാൻ രക്തം കുടിച്ചത്. രണ്ടുപേരുടെ ശരീരത്തിനുള്ളിൽ നിന്നാണ് ഞാൻ രക്തം കുടിച്ചത്. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ വെച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഒരുപാട് നാള് സന്തോഷത്തോടെ ജീവിക്കും. അത് കഴിഞ്ഞ് എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് എൻ്റെ ആളുകൾക്ക് ഞാൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ഒരു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെ ശരീരത്തിലേക്ക് കയറി പിന്നെ ഞങ്ങൾ ഈ ഒരു ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഡോക്ടറിന് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റൂ. ഡോക്ടർ പറയും, പ്ലീസ് എൻ്റെ ശരീരത്തിനകത്തേക്ക് കയറരുതെന്ന് പറയുമ്പോൾ പാരസൈറ്റ് പറയും, പേടിക്കണ്ട ഡോക്ടർ, നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ശരീരഭാഗങ്ങളെല്ലാം കൺട്രോൾ ചെയ്തത് ഞാനായിരിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ പോലും കഴിയും. ദേ ഞാനും ആലനും സംസാരിക്കുന്നത് പോലെ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ആലന്റെ ശരീരത്തിൽ നിന്നും അത് പതിയെ വെളിയിലേക്ക് ഇറങ്ങാണ്. കാണിക്കുമ്പോഴത്തേക്കും ഒരു നീരാളിയെ പോലെ ഇരിപ്പുണ്ട്. ശരി, എന്തായാലും അതിപ്പോൾ വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് അതിന് കണ്ണ് കാണാനും കഴിയത്തില്ല, അതേപോലെ തന്നെ ചെവി കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇനി ആ ഒരു ഡോക്ടറിന്റെ ശരീരത്തിലേക്ക് കയറണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നതും ഈ ഒരു പാരസൈറ്റ് അലന്റെ ശരീരത്തിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് അലൻ ഇപ്പോൾ പതിയെ ബോധം വരികയാണ്. അവൻ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല. കാരണം അവന്റെ ശരീരത്തിനകത്ത് കയറിയതിന് ശേഷം അവനെ ആ ഒരു പാരസൈറ്റ് കൺട്രോൾ ചെയ്ത് വെച്ചേക്കായിരുന്നു. അവനാണെങ്കിൽ ഈ ഒരു പാരസൈറ്റിനോട് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ അലനാണെങ്കിലും തന്റെ ഉള്ളബോധം കൊണ്ട് ആ ഒരു കത്തിയെടുത്ത് ഇതിനെ കൊല്ലാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ അലൻ മരിക്കുന്നു. കാരണം ഇപ്പോൾ അവന്റെ ശരീരത്തിനുള്ളിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല, അവൻ മരിച്ചു കഴിഞ്ഞു. അതേസമയം ഈ പാരസൈറ്റ് പതിയെ ഡോക്ടറിന്റെ ശരീരത്തിനകത്തേക്ക് കയറുകയാണ്. ഇത് കയറി കഴിഞ്ഞാൽ എന്തായാലും ഇത് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ശരീരം കീറി മുറിച്ച് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഇപ്പോൾ ആലോചിക്കുന്നു, ഈ ഒരു പാരസൈറ്റ് ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുമല്ല ഇപ്പോൾ ആ ഒരു പാരസൈറ്റിനെ എന്ത് ചെയ്താലും അതിനൊന്നും അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ആലന്റെ കയ്യിലിരുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ അതെടുത്ത് ഈ ഒരു പാരസൈറ്റിനെ കുത്താനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും കൈ എത്തുന്നില്ല. കാരണം ഡോക്ടറിന്റെ കൈ ആണെങ്കിൽ അത് നേരത്തെ തന്നെ കെട്ടിവെച്ചിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു കത്തിയെടുത്ത് തന്റെ കണ്ണിനടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ആ ഒരു പാരസൈറ്റ് ആണെങ്കിലും പതിയെ ഡോക്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നു. എന്നിട്ട് ഡോക്ടറിനോട് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങാണ്. ഡോക്ടറിന്റെ പൂർണ്ണ കൺട്രോളും ആ ഒരു പാരസൈറ്റ് പിടിച്ചെടുത്തു. എന്നിട്ട് ഡോക്ടറിനോട് പറയും, നിന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ദേ ഇപ്പൊ ഞാൻ കയറിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഇപ്പോൾ ഡോക്ടർ ഉള്ളിൽ നിന്ന് പറയാണ്, ഓക്കെ വന്നിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല, കാരണം നീ ചുറ്റിനുള്ളത് ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചേ എന്നിങ്ങനെ പറയുന്നതും ആ ഒരു പാരസൈറ്റ് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ പാരസൈറ്റ് ചോദിക്കും, നീ എന്താ ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ ആ ഒരു കത്തി കൊണ്ട് നമ്മുടെ ഡോക്ടറിന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കുകയാണ് ചെയ്തത്. ഈ കണ്ണിന്റെ കാഴ്ച കളഞ്ഞത് മാത്രമല്ല, ആ ഒരു കത്തി ഉപയോഗിച്ച് രണ്ട് ചെവിയും കുത്തി. ആ ചെവി കൊണ്ട് ഇപ്പോൾ കേൾക്കാൻ കഴിയത്തില്ല, അതേപോലെ തന്നെ കഴുത്തും മുറിച്ചു. അതുകൊണ്ട് സംസാരിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കയറിയിട്ട് അതെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊന്നും ആ ഒരു പാരസൈറ്റിന് ഇനി ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് ഡോക്ടർ പറയും, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇനി നിനക്ക് കാണാനോ കേൾക്കാനോ ആരോടോ എന്ന് സംസാരിക്കാൻ പോലും കഴിയത്തില്ല. ഇനി എൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നിട്ട് എന്ത് കാര്യം? അതുമല്ല, എൻ്റെ ശരീരം കീറി മുറിച്ച് ഇനിയും വെളിയിലേക്ക് വരാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു കത്തി ഞാൻ വലിച്ചെറിഞ്ഞു. അത് നീ ഇനി എങ്ങനെ കണ്ടുപിടിക്കും എന്നെല്ലാം ഡോക്ടർ പറയുമ്പോഴത്തേക്കും ആ ഒരു പാരസൈറ്റ് പറയും, ഓക്കെ ശരി, എന്തായാലും ഞാൻ ഇവിടെ മരിച്ചതുപോലെ കിടക്കാൻ പോവാണ്. നിന്റെ ശരീരം എന്തായാലും അവർ കൊണ്ടുപോയി കുഴിച്ചിടുമല്ലോ. ആ ഒരു സമയത്ത് പതിയെ പതിയെ നിന്റെ ശരീരത്തിനുള്ളിൽ നിന്നും ഞാൻ പുറത്തേക്ക് വരും. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാരസൈറ്റ് ആയാലും മരിച്ചതുപോലെ അങ്ങനെ കിടക്കാണ്. അപ്പോൾ ഡോക്ടറിന്റെ തലയ്ക്കുള്ളിലാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം അതിന് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും നമ്മുടെ ഷെരീഫ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഡോക്ടർ മരിച്ചു കിടക്കുന്ന കാര്യമാണ് കാണുന്നത്. ഇപ്പോൾ ഒരു പാരസൈറ്റിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഡോക്ടറിന്റെ ശരീരം കൊണ്ടുപോയി കുഴിച്ചിട്ടതിന് ശേഷം പതിയെ പതിയെ ആ ഒരു ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരിക. അതാണ് അതുകൊണ്ട് മരിച്ചതുപോലെ തന്നെ അങ്ങനെ കിടക്കുന്നതും നേരത്തെ തന്നെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ഷെരീഫ് ഇപ്പോൾ ഡോക്ടറിന്റെ നെഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ എഴുതി വെച്ചേക്കുന്നു, പ്ലേ ടേപ്പ് ബേൺ മീ. ആ ഒരു ടേപ്പ് പ്ലേ ചെയ്തിട്ട് എന്നെ കത്തിക്കാനായിട്ട്.
അങ്ങനെ ഷെരീഫ് ആ ഒരു റെക്കോർഡർ നോക്കുമ്പോഴത്തേക്കും അത് ഇപ്പോഴും റെക്കോർഡിങ്ങിലാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാരസൈറ്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സമയം മുതൽ തന്നെ അത് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡോക്ടർ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ഷെരീഫ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറിന്റെ ശരീരം കൊണ്ടുപോയി കത്തിക്കും. അതുമല്ല, ഈ ഒരു റെക്കോർഡർ ഷെരീഫ് കേൾക്കുമ്പോഴത്തേക്കും അത് ഈ ഒരു പാരസൈറ്റ് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾറെഡി തന്നെ ഡോക്ടറിന്റെ കണ്ണും അതേപോലെ തന്നെ ചെവിയുടെ കേൾവി ശക്തി ഇതെല്ലാം ഡോക്ടറായിട്ട് തന്നെ നശിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരു പാരസൈറ്റിന് ഒന്നും മനസ്സിലാക്കാനും കഴിയത്തില്ല. താൻ മരിക്കാൻ പോവാണെന്ന് പോലും ആ ഒരു പാരസൈറ്റിന് അറിയത്തില്ല. അപ്പോൾ പാരസൈറ്റ് വിചാരിക്കുന്നത് തന്നെ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന്. പക്ഷേ താൻ മരിക്കാൻ പോവാണെന്ന് അത് അറിയുന്നതുമില്ല. ആ ഒരു രീതിയിലുള്ള പ്ലാനാണ് നമ്മുടെ ഡോക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂവി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.